കഴിഞ്ഞ 10 വർഷമായി ഭിന്നശേഷിക്കാരുടെ സാമൂഹിക അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർ അബ്ദുൾ ഹക്കീമാണ് ഇന്ന് കേരള പച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. ഭിന്നശേഷിക്കാരുടെ സാമൂഹ്യവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് സാർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു പ്രചോദനം എന്താ? 2016 ഒന്നാം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മളെയൊക്കെ ഡെപ്യൂട്ടേഷനിൽ നമുക്കൊക്കെ ഇത്തരത്തിലുള്ള കുറേ കൂടി സാമൂഹീകരണവും നമ്മുടെ ഇടപെടലൊക്കെ സാധ്യത നമ്മുടെയൊക്കെ താല്പര്യമോ അല്ലെങ്കിൽ ഉപയോഗിക്കണമെന്ന് സർക്കാരിന് തോന്നിയ മേഖലകളിലൊക്കെ നമ്മളൊക്കെ ഡെപ്യൂട്ട് ചെയ്യാനുണ്ടായത്. സത്യം പറഞ്ഞാൽ ഞാനും ആ മേഖലയിൽ എത്തുമ്പം ഇതിനെക്കുറിച്ച് അധികം അറിയുന്ന ഒരാളായിരുന്നില്ല. വന്ന് ഇങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ കുട്ടികളെ കാണുമ്പോൾ അല്ല അവരുടെ രക്ഷിതാക്കളൊക്കെ കാണുമ്പോൾ ഇന്ന് പലർക്കും ഉള്ളതുപോലെ എനിക്കും അന്ന് തോന്നിയത് ഒരു സഹതാപമോ ഒരു ആർദ്രതയൊക്കെയാണ്. പക്ഷേ കുറച്ച് കാലം അതിൻ്റെ അവരോടൊക്കെ വർക്ക് ചെയ്യുകയും ഈ മേഖലയെ കുറേ കൂടി വായിച്ചും അറിഞ്ഞുമൊക്കെ വളരാൻ സാധ്യതയൊക്കെ വന്നപ്പോഴാണ് അങ്ങനെ ഒരു സഹതാപാർഹമായി കാണേണ്ട ഒരു വിഷയമേ അല്ല ഇത് എന്ന് തിരിച്ചറിയുന്നത്. സത്യത്തിൽ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഒരു ചാരിറ്റി ബേസ്ഡ് ആയിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത്. സത്യത്തിൽ അങ്ങനെ കാണേണ്ട ഒരു വിഷയമേ അല്ല ഇത്. എല്ലാ മനുഷ്യർക്കുള്ളതുപോലെ തന്നെ ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ഒരു സർക്കാരിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമായി തന്നെ ഏറ്റെടുത്ത് പരിഹാരം കാണാൻ ശ്രമിക്കേണ്ട ഒരു മേഖലയാണ് ഈ ഭിന്നശേഷിക്കാരായ ആളുകളുടെ ജീവിതം അവരുടെ ജീവിത വെല്ലുവിളികൾ എന്ന് പറയുന്നത്. ഗവൺമെൻറ്, സർക്കാർ, സമൂഹം എന്ന് പറയുന്ന തരത്തിലേക്ക് തന്നെ ഇതിനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരേണ്ടത്. തുടക്കത്തിൽ അപ്പോൾ സാർ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? സത്യത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? അത് ഞാനല്ല, ലോകം മുഴുവൻ. ഐക്യരാഷ്ട്രസഭ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ വിഷയത്തിൽ. 2 തരത്തിലുള്ള ബാരിയേഴ്സാണ് ഈ ഭിന്നശേഷിക്കാരായ ആളുകൾ ലോകത്ത് നേരിടുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ഡിസേബിൾഡ് ആക്കുന്നത് 2 തരം വെല്ലുവിളികളാണ്. അതൊന്ന് ഫിസിക്കൽ ബാരിയേഴ്സാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് നമ്മളിപ്പോൾ ഒരു മുറിയിലെ ഒരു സ്വിച്ച് വെച്ചിരിക്കുന്നത് 5 അടി ഉള്ള ആളുകൾക്ക് ഇടാവുന്ന തരത്തിലാണ്. 4 അടി ഹൈറ്റുള്ള ഒരാൾ അവിടെ ചെന്നാൽ അയാൾക്ക് സ്വിച്ച് ഇടാൻ കഴിയാത്തത് ഈ പറയുന്ന നമ്മുടെ ഒരു ഫിസിക്കൽ ബാരിയർ അയാൾക്ക് മാറുന്നത് അയാളെ കൊണ്ടല്ല, സമൂഹത്തിനെ കൊണ്ട് നമുക്കറിയാം. പക്ഷേ ഈ തരത്തിലുള്ള അല്ലെങ്കിൽ റോട്ടിലൂടെ പോകേണ്ട ഒരാൾ, വീൽ ചെയറിൽ പോകേണ്ട ഒരാൾ. ജൂഡി ഹ്യൂമാൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ വനിത, ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് അവർ മരിച്ചത്. ജൂഡി ഹ്യൂമാനാണ് അമേരിക്കയിലെ ഡിസബിലിറ്റി ആക്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സമരത്തിന് നേതൃത്വം കൊടുത്ത ലേഡിയാണ്. ഭിന്നശേഷി അവകാശ പോരാട്ടങ്ങളുടെ മാതാവ് എന്നാണ് അവർ ലോകത്തറിയപ്പെടുന്നത്. ഈ ജൂഡി ഹ്യൂമാൻ പറയുന്നൊരു ഭയങ്കര സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ വീൽ ചെയറിലാണ് എന്നതല്ല എൻ്റെ ജീവിതത്തിലെ ദുരന്തം, ഒരു വീൽ ചെയറിൽ ജീവിക്കാവുന്ന രീതിയിൽ ഈ ലോകം നിലനിൽക്കുന്നില്ല എന്നതാണ് എൻ്റെ ജീവിതത്തെ ട്രാജഡിയാക്കി മാറ്റുന്നത്. ഇതാണ് ഇതിൻ്റെ വിഷയം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഫിസിക്കൽ ബാരിയറിനെ, ഒരു വീൽ ചെയർ, നമ്മുടെ ഇവിടുത്തെ എത്ര ലിഫ്റ്റിൻ്റെ അകത്ത് വീൽ ചെയർ കയറും, എത്രയിടത്ത് ലിഫ്റ്റ് ഉണ്ട്? അപ്പോൾ നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ലോകക്രമം ഈ ബാരിയേഴ്സോട് കൂടിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ PWD മിനിസ്റ്റർ വന്ന സമയത്ത് അദ്ദേഹം പറയുന്ന, മുഹമ്മദ് റിയാസ് പറയുന്നൊരു സാധനം PWD ഫോർ PWD, അതായത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. രണ്ടാമത്തൊരു വലിയ ബാരിയറുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ എന്നാണ്. നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ ബാരിയേഴ്സാണ് അത്. അതിപ്പോൾ ഓട്ടിസമുള്ള കുട്ടിയാണ്, ആ കുട്ടിക്ക് ഇപ്പം ജീവിതത്തിലൊക്കെ സാധിക്കും. മറ്റേതോ ഒരു ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് കുട്ടി, ആ കുട്ടിക്ക് പഠിക്കാനൊന്നും കഴിയില്ല. മറ്റേ ആൾ കാല് വയ്യാത്ത ഒരാളാണ്, അയാൾക്ക് വിവാഹ ജീവിതമൊന്നും സാധ്യമല്ല. ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ, നമ്മൾ മീൻസ് മറ്റുള്ള ആളുകൾ, അവരല്ലാത്ത ആളുകൾ, അവരുടെ സമൂഹത്തിലെ മറ്റു വ്യക്തികൾ ഇതിൻ്റെ ഒരു ബാരിയർ ആദ്യമേ സൃഷ്ടിച്ച് കളയുന്നു. ഈ ബാരിയറിനെ നമുക്ക് മറികടക്കാൻ സാധിച്ചാൽ മാത്രമേ ഇവിടെയുള്ള ഭിന്നശേഷി ജീവിതങ്ങൾക്ക് തുല്യാവകാശം സാധ്യമാവും. സോഷ്യൽ സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ വിഷയം. ആളുകളിലേക്ക് ഇതൊരു ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുകയും ന്യൂനപക്ഷത്തിന് കൂടി എല്ലാ അവസരവും ഉറപ്പാക്കുന്ന, എല്ലാ അവകാശവും ഉറപ്പാക്കുന്നതിനെയാണ് ജനാധിപത്യം എന്ന് വിളിക്കുകയെന്നും, അതുകൊണ്ട് ഇതൊരു ജനാധിപത്യ പ്രശ്നമാണെന്നും ഇതൊരു ഭരണകൂട പ്രശ്നമാണെന്നും ഉള്ള തിരിച്ചറിവിലേക്ക്, ഇതൊരു വ്യക്തിയുടെ പ്രശ്നമേ അല്ല, ആ വ്യക്തിയുടെ പേരൻസിൻ്റെ പ്രശ്നമേ അല്ല, സമൂഹം ഏറ്റെടുക്കേണ്ട സാമൂഹിക പ്രശ്നമാണിത്. ആ തരത്തിലേക്കാണ് നമുക്കിതിൽ ഒരു വളർച്ച സാധ്യമാവേണ്ടത്. ഈ
ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ തന്നെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, ഭിന്നശേഷി അത് തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതായത് ഏതൊക്കെയാണ് ഭിന്നശേഷി എന്നുള്ളതിനെ കുറിച്ച് പോലും ഇപ്പോഴും പലർക്കും അജ്ഞത ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ഈ പ്രശ്നം നേരിടുന്ന കുടുംബങ്ങൾ, മാതാപിതാക്കൾ, സഹോദരൻ, ഇവരൊക്കെയും നമ്മൾ ഈ താരേ സമീപ സിനിമ പോലെ ഒരു അധ്യാപകനെ ആഗ്രഹിക്കും, അല്ലെങ്കിൽ അതുപോലത്തെ ഇപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ വരെയാണ് നമ്മൾ ആഗ്രഹിക്കുക. ഇപ്പോൾ സാംസ്കാരിക രംഗം കൂടി ഭിന്നശേഷിക്കാരെ കുറച്ചും കൂടി മുന്നോട്ട് ഒരുമിച്ച് നിർത്തണം എന്നുള്ളൊരു തോന്നലില്ലേ? സത്യത്തിൽ നിങ്ങൾ വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ ചോദിച്ചത്. കാരണം നമ്മുടെ സാഹിത്യമൊന്നും ഈ ഭിന്നശേഷി ജീവിതങ്ങളെ അർഹിക്കുന്ന ഗൗരവത്തിൽ അടയാളപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സാഹിത്യത്തിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള അപൂർവം കഥാപാത്രങ്ങൾ തന്നെ ഒരു പരിഹാസ്യരോ അല്ലെങ്കിൽ ഒരു കൊമേഡിയൻസോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനേക്കാൾ ദുരന്തമാണ് ഏറ്റവും ജനകീയ കലയുള്ള സിനിമ. ലേണിംഗ് ഡിസബിലിറ്റി അറിയുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് സത്യത്തിൽ ഇപ്പോഴും നമ്മുടെ എത്ര ടീച്ചേഴ്സിനറിയാം, എത്ര കുട്ടികൾക്കറിയാമെന്നുള്ള ഭയങ്കര അത്ഭുതമാണ്. സമൂഹത്തിന് എത്ര അറിയാമെന്നുള്ള. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു KDF എന്ന് കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. അപ്പോൾ അവിടെ പ്രധാന ഡിസബിലിറ്റീസിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് സോൺ ഉണ്ടാക്കിയിരുന്നു. വരുന്ന പബ്ലിക്കിന് അതിൻ്റെ അകത്ത് കയറിയാൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു ഹോളിലേക്ക് ചെന്നാൽ അവർ ബ്ലൈൻഡ് ആവും, കാരണം അതിൻ്റെ കംപ്ലീറ്റ് ഇരുട്ടാണ്. അപ്പോൾ കിടക്കുന്ന ആളുകൾ കൂടി ബ്ലൈൻഡായി തീരും. അവർ കടന്നു പോകുന്ന അവസ്ഥ അറിയുമ്പോൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു കരയാണ് ആൾക്കാർ. അവർക്ക് അറിയാൻ പറയുമ്പോൾ 3 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പുറത്തെത്തിയാൽ ഞങ്ങൾക്ക് കണ്ണ് കാണുമെന്നറിയാമായിരുന്നിട്ട് പോലും ആ 3 മിനിറ്റ് കടന്നു പോകുന്നത് ആലോചിച്ചിട്ട് കരയാണ്. നിത്യജീവിതത്തിൽ ഈ ഇരുട്ടിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ മുമ്പുള്ള ബ്ലൈൻഡ് മനുഷ്യർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെവി കേൾക്കാത്ത ആളുകൾക്ക് അതിലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. വീൽ ചെയറിലുള്ള ആൾക്ക് ഞങ്ങൾ ഈ എക്സ്പീരിയൻസ് നല്ല കരുത്തരായ ആളുകൾ ആകെ ഒരു 10 മീറ്ററേ ഉള്ളൂ. 10 മീറ്റർ ആകെ 2 ബാരിയറേ ഞങ്ങൾ വെച്ചിട്ടുള്ളൂ. ഒരു സ്മൂത്ത് പോകുന്നിടത്ത് ചെറിയ 2 ബാരിയേഴ്സ് വെച്ച് കൊടുത്തു. പിന്നെ ഒരു ചെറിയൊരു ഹൈറ്റ് പറഞ്ഞ സ്ഥലത്ത് ഒരു സാധനം എടുക്കാനുള്ള ഒരു സംഗതി വെച്ച് കൊടുത്തു. അപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് ഈ 2 സാധനം പോലും ഈ വീൽ ചെയർ സ്വന്തമായി കയറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ റോഡിൽ എത്ര ഹമ്പാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഫുട്പാത്തിൽ ഹമ്പ് വെച്ച് LSTDയിൽ ഇപ്പം നിയമമുണ്ട്. നമ്മൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്നപ്പം ഭിന്നശേഷി മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിക്കാവുന്ന നിയമങ്ങളും അതിനുള്ള ഫണ്ട് അലോട്ട്മെൻറ്റും ഒക്കെ ഉണ്ട്. സ്പെഷ്യൽ ഗ്രാമസഭ കൂടണം എന്നാണ് നിയമം. എത്രയിടത്ത് സ്പെഷ്യൽ ഗ്രാമസഭ ഈ വിഷയത്തിന് കൂടാറുണ്ട്. നമ്മുടെ ഗ്രാമസഭകളുടെ കൂട്ടത്തിൽ ഒരു അജണ്ട ഇതൊന്ന് വായിക്കും, കുറച്ച് വീൽ ചെയർ കൊടുക്കാൻ തീരുമാനിച്ചു, കഴിഞ്ഞു. എത്ര ആളുണ്ടെന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞു. ഈ എത്ര കാറ്റഗറി ഭിന്നശേഷിക്കാർ നമ്മുടെ പഞ്ചായത്തിലോ വാർഡിലോ ഉണ്ടെന്ന കണക്ക് പോലും ഇല്ലാത്ത പഞ്ചായത്തുകളുണ്ട്. ഇത്തരം കുട്ടികളിൽ കലാകാരന്മാരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് ഈ അടുത്താണ് ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം. അത് വളരെയധികം ശ്രദ്ധ നേടിയൊരു കലോത്സവമാണ്. ആ ടീച്ചർമാർ, അധ്യാപകർ എന്ന നിലയിൽ നമുക്കൊരു ബഹുമാനം തോന്നുന്നു, എല്ലാ രീതിയിലും അവരൊരു അധ്യാപകരാവുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കലോത്സവം എന്ന് പറഞ്ഞാൽ ഒരു വിപ്ലവമായിട്ടുള്ള ഒരു കലോത്സവമാണ്. കാരണം ഇന്ത്യയിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു കലോത്സവമേ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സർക്കാർ ഇതിനു വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട് എങ്ങനെയാണ്? സത്യത്തിൽ കലോത്സവങ്ങൾ എനിക്ക് എന്തോ കായിക മേളയാണോ രണ്ടും നടന്നിട്ടുണ്ട്. നമ്മൾ ഇൻക്ലൂഷൻ എന്നതാണ് ലോകം അംഗീകരിച്ച നിയമം, എക്സ്ക്ലൂഷൻ അല്ല. ഒരു കാലത്ത് ഭിന്നശേഷിക്കാരായ മനുഷ്യരെ സബ്ഹ്യൂമണായിട്ട് പോലും കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് താഴെ നിൽക്കുന്ന മറ്റൊരു ജീവിവർഗം, അങ്ങനെ പോലും കണ്ടിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ പോലും, അതായത് നേരത്തെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു നിയമം സ്വതന്ത്ര ഇന്ത്യയിൽ പോലും നിലനിന്നിരുന്നു. ബുദ്ധിപരമായ പരിമിതിയുള്ള മനുഷ്യരെ കണ്ടാൽ കാണുന്നിടത്ത്, പൊതുസ്ഥലത്ത് കണ്ടാൽ കാണുന്നിടത്ത് വെച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള നിയമം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അതൊക്കെ പിന്നീടാണ് മാറിയത്. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള എക്സ്ക്ലൂഷൻ പല രീതിയിൽ നമ്മുടെ ഒക്കെ മുൻ തലമുറയിലൊക്കെ വീട്ടിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ വീട്ടിൻ്റെ അകത്തിട്ട് പൂട്ടിക്കളയുക, ബുദ്ധിപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചങ്ങലക്കിടുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ പണ്ടൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്, ഇത് വീട്ടിലുള്ള അല്ല എൻ്റെ മോനല്ല അത് അടുത്ത വീട്ടിലുള്ളതെന്ന് പറയുന്ന തരത്തിൽ വരെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ കേരളം നേടിയൊരു വലിയ നേട്ടം. നമ്മൾ കേരളത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പോരായ്മ പറയുമ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന വേറൊരു സാധനമാണ്. കേരളത്തിൻ്റെ നമ്മൾ എത്തിയിരിക്കുന്ന വളർച്ചയെക്കുറിച്ചാണ്. ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലോ ലോകത്തുള്ള വേറെ പല രാജ്യങ്ങളിലോ, നേരത്തെ പറഞ്ഞ വികസിത, നമ്മൾ ഫ്രാൻസിനെ പറയുമ്പോൾ തന്നെ വേറെ ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ എത്രയോ ദയനീയമാണ് അവസ്ഥ. മനുഷ്യരെ പോലും അംഗീകരിക്കപ്പെടാത്ത അവസ്ഥയുണ്ട്, ദയനീയ ജീവിത സാഹചര്യമുണ്ട്. കേരളത്തിൽ മുഴുവൻ കുട്ടികളെയും ജനിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ ഇത്തരത്തിലുള്ള, ഇപ്പം ഗർഭാവസ്ഥയിൽ തന്നെ
ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. സ്കാനിങ്ങിലൂടെയൊക്കെ നമ്മളിപ്പം മനസ്സിലാക്കിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ. ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ജനിച്ച ഉടനെ തന്നെ കേൾവി, കണ്ണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പരിശോധന നടന്നിട്ട് ഒരു കുട്ടി ഡെലിവറി കഴിഞ്ഞിട്ട് അമ്മയും കുട്ടിയും അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടും. അത്രത്തോളം നമ്മുടെ ആരോഗ്യ സംവിധാനം ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ നമ്മുടെ നഴ്സറി അല്ലെങ്കിൽ പ്രീ പ്രൈമറി ഏതെങ്കിലും സംവിധാനത്തിലേക്ക് നമ്മളെ കുട്ടികൾ എത്തുന്നുണ്ട്. 3-4 വയസ്സാകുമ്പോൾ അതിന് മുമ്പ് തന്നെ ICDSൻ്റെ ഒക്കെ കുടുംബ സംവിധാനങ്ങൾ കുടുംബാരോഗ്യ സംവിധാനങ്ങളൊക്കെ അവർ നിരന്തരമായ മോണിറ്ററിങ് നടത്തി ഇത്തരം കുട്ടികളുണ്ടെങ്കിൽ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർക്കുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ നോക്കുന്നു. സ്കൂളിലെത്തുന്നതോടുകൂടി പ്രീ പ്രൈമറി തലത്തുമ്പോഴേക്ക് തന്നെ ഈ നേരത്തങ്ങൾ പറഞ്ഞ പോലെ അധ്യാപകരും മറ്റുമൊക്കെ അതിനെ കണ്ടെത്താനും അവിടെ ആവശ്യമുണ്ടെങ്കിൽ മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കാനും തെറാപ്പി സപ്പോർട്ട് കൊടുക്കാനൊക്കെ സംവിധാനങ്ങൾ എത്തുന്നു. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളെത്തുമ്പോൾ അത് എയ്ഡഡ് ആയിക്കോട്ടെ സർക്കാർ ആയിക്കോട്ടെ ഒരു പൊതുവിദ്യാലയത്തിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ എല്ലായിടത്തും കേരളത്തിൽ ഇപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരാണെങ്കിൽ സ്കൂളുകളിലുണ്ട്. ഒരു പരിധി വരെ എല്ലാ സ്കൂളിലും അവരുടെ സേവനം പൂർണ്ണാർത്ഥത്തിലില്ലെങ്കിൽ പോലും ലഭ്യമാകുന്നുണ്ട്. ആ കുട്ടികളുടെ എണ്ണത്തിനൊക്കെ അനുസരിച്ചിട്ട് ലഭ്യമാകുന്നുണ്ട്. എല്ലാ ഒരു BRC എന്ന് പറയും, ഓരോ ബ്ലോക്ക് റിസോഴ്സ് സെൻ്റർ ഉണ്ട് ഒരു ഏരിയയിൽ. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾക്ക് 15 BRC ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം 168 BRC ഉണ്ട്. ഈ 168 BRCയിലും ഇപ്പോൾ ഓട്ടിസം സെൻ്റർ ഉണ്ട്. ഓട്ടിസം സെൻ്റർ എന്ന് പറഞ്ഞാൽ ഓട്ടിസക്കാർക്ക് മാത്രമല്ല, എല്ലാ വിധ തെറാപ്പികളിലൊക്കെ നടത്താനുള്ള എല്ലാ സ്പീച്ച് തെറാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഒക്യുപേഷണൽ തെറാപ്പിക്കാണ് കുറച്ച് കുറവുള്ളത്. നമുക്ക് തെറാപ്പിസ്റ്റുകളുടെ ലഭ്യത കുറവാണ്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു പക്ഷേ ശ്രദ്ധിച്ചാണ്, സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ സമഗ്ര ശിക്ഷയുടെ ഫണ്ട് പൂർണ്ണമായി തടയുകയും കഴിഞ്ഞ 3 വർഷമായി ഫണ്ട് തരാതിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഏറ്റവും വൾണറബിൾ ഗ്രൂപ്പിൽ ഒന്നാണ് ഈ ഭിന്നശേഷിക്കാർ എന്ന് നമ്മൾ പല മേഖലയിൽ നിന്നും കേട്ടിട്ടുണ്ടാവും. പക്ഷേ കേരളത്തിൽ ഈ ഫണ്ട് ലഭ്യമല്ലാതിരുന്നിട്ട് പോലും അതിനെ ബാധിക്കുമെന്ന് നമ്മൾ പുറത്ത് പറയുമ്പോൾ പോലും ഒരു കാര്യവും മുടങ്ങാത്ത രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ 3 വർഷം ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് ഫണ്ടൊക്കെ കണ്ടെത്തിയത് എനിക്ക് വലിയ അത്ഭുതം തന്നെ. കാരണം ഒരു സെൻട്രലൈസ്ഡ് സ്കീമിൻ്റെ ഭാഗമായി വരുന്നതിന് സർക്കാർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ട് കൊടുത്തുകൊണ്ട് അപ്പോൾ അവർക്കുള്ള സപ്പോർട്ടിങ് അപ്ലയൻസസിൻ്റെ അസിസ്റ്റീവ് ഡിവൈസസിൻ്റെ വിതരണമായാലും ഈ പറഞ്ഞ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉള്ളതായാലും ഓട്ടിസം സെൻറ്ററിൽ ഓരോയിടത്തും ആയമാരുണ്ട്. ഓട്ടിസത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ടീച്ചറിൻ്റെ ASD എന്ന് പറയും, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൽ സ്പെഷ്യലൈസ് ചെയ്ത ടീച്ചർമാരുണ്ട്. അവിടെ വിവിധ പറഞ്ഞ തെറാപ്പിസ്റ്റുകളുണ്ട്. അവർക്കൊക്കെ കൊടുക്കും. ഈ കുട്ടികൾക്കാണെങ്കിൽ അവിടെ വന്നു പോകുന്നതിനുള്ള ട്രാൻസ്പോർട്ട് അലവൻസ്, അവരുടെ കൂടെ ഒരാൾ വരേണ്ടതുണ്ട്, അതിനുള്ള സപ്പോർട്ട് വരുന്ന ആളുകൾക്കുള്ള പാരൻറ്റിനും കൂടിയുള്ള ഓട്ടോയുടെ ഒക്കെ മതിയാവുമോ ഇല്ല എന്നറിയില്ല, എങ്കിൽ പോലും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്കൂൾ തലത്തിൽ അതുപോലെ തന്നെ അവിടെയാണെങ്കിൽ ഓരോ കാറ്റഗറിക്കും പറ്റുന്ന രീതിയിൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് റൂം സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള, ഞാനിതൊക്കെ ഭയങ്കരമാണെന്ന് പറയുമ്പോൾ ഇതെല്ലാം തികഞ്ഞു എന്ന അർത്ഥത്തിലല്ല, പോരായ്മകളും അല്ലെങ്കിൽ ഇനി മെച്ചപ്പെടുത്താൻ ഒരുപാട് ഏരിയകളുണ്ടെങ്കിലും നമ്മൾ അതിലൊക്കെ നമ്മുടെ ഇൻ്റർവെൻഷൻ ഉണ്ട്. അല്ല, നമ്മുടെ സമൂഹം ഈ 10 വർഷം കേരളം ഒരു വളരെ വികസന പാതയിലാണ്. ആ വികസിക്കുന്നതോടൊപ്പം ഈ കുട്ടികളെയും കൂടി ചേർത്ത് നിർത്തുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞത്. കാരണം അത് ചേർത്ത് നിർത്തിയെന്ന് മാത്രമല്ല, അതിൻ്റെ കാഴ്ചപ്പാടിലൊക്കെ വലിയ മാറ്റം വന്നത്. കാരണം 10 വർഷം മുമ്പേ ആണെങ്കിൽ അല്ലെങ്കിൽ 15 വർഷം മുമ്പേ ആണെങ്കിൽ ഞാനതിനെ ഒരു സർക്കാരിൻ്റെ ഒരു ഇതാക്കി എടുത്ത് എന്ന് പറയേണ്ട, ഒരു 20 വർഷം മുമ്പാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഒരു കാഴ്ച പരിമിതിയുള്ള കുട്ടി ക്ലാസ്സിൻ്റെ ഏറ്റവും പിന്നാമ്പുറത്തായിരിക്കും. പക്ഷേ ഇപ്പം കുട്ടി ഏറ്റവും മുമ്പിലാണ്. മുമ്പിലും പിമ്പിലും ഇല്ല പാടില്ല എന്നാണ് നമ്മളെ മിനിസ്റ്റർ പറഞ്ഞിരിക്കുക. ഏറ്റവും പുതിയ കാഴ്ചപ്പാട് റൗണ്ടിൽ. പക്ഷേ നമുക്കിപ്പോഴും അറിയാം, നമുക്കിങ്ങനെ ബെഞ്ച് സിസ്റ്റവും ക്ലാസ് റൂമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ഏറ്റവും ഫ്രണ്ടിലാണ്. അതായത് ഒരുപക്ഷെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന കുട്ടി ഭിന്നശേഷി കുട്ടിയാണ്. രണ്ടാമത് ശ്രദ്ധിക്കപ്പെടുന്ന കുട്ടി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടിയാണ്. മൂന്നാമത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കുട്ടി ദരിദ്രരായ കുട്ടിയാണ്, അല്ലെങ്കിൽ കോസ്റ്റൽ ബെൽറ്റിൽ നിന്ന് വരുന്ന കുട്ടിയാണ്, ട്രൈബൽ മേഖലയിൽ നിന്ന് കുട്ടിയാണ്. എന്നിട്ട് ഏറ്റവും ലീസ്റ്റ് പരിഗണനയാണ് നമ്മൾ പറഞ്ഞ ഹൈ പ്രിവിലേജ്ഡ് കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചർ തന്നെ തിരിച്ചിട്ടു കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട്. അത് ചെറിയ മാറ്റമല്ല. ഇപ്പം ഏറ്റവും പുതിയ എനിക്ക് തോന്നുന്നു ഈ 5 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മാറ്റം ഈ ഗവൺമെൻറ്, ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്ന ശേഷം, ശിവൻകുട്ടി മിനിസ്റ്റർ വന്ന ശേഷം എനിക്ക് തോന്നുന്നത് പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികളെപ്പോലും പ്രത്യേകമായി കണ്ടെത്തി അവർക്ക് അഡീഷണൽ സപ്പോർട്ട് കൊടുത്ത് അവർക്ക് മിനിമം പഠനം നേടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല സ്കൂളിൻ്റേതും അധ്യാപകരുതാണെന്നുള്ള ഉറപ്പുവരുത്തി എന്നുള്ളതാണ്. മുമ്പ് നമ്മൾ പോൾ പാസ് സിസ്റ്റം കൊണ്ടുവന്നതും എല്ലാ കുട്ടികളും 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 12ാം ക്ലാസ് വരെ പഠിച്ചു പോകണം എന്നുള്ളതൊക്കെ കൊണ്ടുവന്നത് വളരെ ശരിയായ തീരുമാനമാണ്. കാരണം ഒരു കുട്ടിയെയും അരിച്ചു മാറ്റുകയോ മാർജിനലൈസ് ചെയ്യുകയോ ചെയ്തതെന്നുള്ളതാണ്. പക്ഷേ ക്ലാസ് മുറിയിൽ പോലും പഠനത്തിൽ പോലും മാർജിനലൈസ് ചെയ്യപ്പെടാൻ പാടില്ലാനുള്ള തരത്തിലേക്ക് പോലും നമ്മൾ വന്നു. അതിൽ ഭിന്നശേഷി കുട്ടിയുണ്ട്. അത് ഇൻക്ലൂഷൻ്റെ ഒരു ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിയ സംസ്ഥാനമാണ് കേരളം. അവിടെയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ
കേരളത്തിലെ നമ്മുടെ ഒരു പൊതുവിദ്യാലയത്തിൽ ഒരു യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ ഒപ്പനയിൽ മണവാട്ടിയായിട്ട് ഇരിക്കുന്നത് ഒരു പക്ഷേ കാലിന് നടക്കാൻ ശേഷിയില്ലാത്ത കുട്ടിയാണ്. 10 കൊല്ലം മുമ്പ് ആലോചിക്കാൻ പറ്റില്ല അത്. ആ കുട്ടി ആ വേദിയിലെത്തില്ല. ഉറപ്പായിട്ടും. ഇപ്പോൾ അങ്ങനെ ഒരു വിഷയമേ ഇല്ല. നമ്മൾ നേരത്തെ പലതിനും കഴിവില്ല എന്ന് പറഞ്ഞ കുട്ടി പല മേഖലയിൽ ഉഗ്രമായി പെർഫോം ചെയ്യാണ്. സ്പോർട്സ് ഏറ്റവും കൂടുതൽ ഭിന്നശേഷി കുട്ടികൾ മാറ്റി നിർത്തപ്പെട്ട ഒരു തലമാണ് സ്പോർട്സ്. നമുക്കറിയാം, നമ്മുടെ സ്കൂളിൽ സ്പോർട്സ് നടക്കുമ്പോൾ ജനലൈൻ്റെ മുകളിൽ, ക്ലാസ്സിലുള്ള ജനലൈക്കുള്ളിലൂടെ ഗ്രൗണ്ടിലേക്ക് നോക്കിന്ന് കരഞ്ഞ ആയിരക്കണക്കിന് കുട്ടികൾ ചരിത്രത്തിലുണ്ട്. ഇന്നതില്ല. ടൂർ പോകുമ്പോൾ പോലും ടൂർ പോകുമ്പോൾ അങ്ങനെ തന്നെ. ഇന്നതില്ല. ഇന്ന് ഗ്രൗണ്ടിൽ നടക്കുന്ന കളിയിൽ ഇവർക്ക് റോളുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ കണ്ണ് കാണാത്ത കുട്ടിക്ക് ക്രിക്കറ്റ് കളിക്കാനുള്ള സംവിധാനമാക്കി. കാല് വയ്യാത്തതിന് സിറ്റിംഗ് വോളിബോൾ ഉണ്ട്. ലോകം മാറുകയാണ്. ഫുട്ബോളുണ്ട്. പിന്നെ ഫുട്ബോളിലൊക്കെ നമ്മൾ ഒരു 5 കാര്യം ഇപ്പം നേരത്തെ പറഞ്ഞ ഡോർഫുള്ള കുട്ടിക്ക് ഫുട്ബോളിൽ സംവിധാനം ചെയ്ത് കൊടുത്തു. ഇൻക്ലൂസീവ് സ്പോർട്സ് എന്താ നമ്മൾ കാണിച്ചു കൊടുത്തു. കഴിഞ്ഞ 2 കൊല്ലമായി ലോകത്തിൻ്റെ ശ്രദ്ധയിൽ ഏറ്റവും ഉള്ള നമ്മുടെ സംസ്ഥാന സ്കൂൾ സ്പോർട്സിൽ 2 കൊല്ലമായി ഇൻക്ലൂസീവ് സ്പോർട്സ് നടക്കുകയാണ്. 100 ഞങ്ങളുടെ 1000 കുട്ടികളാണ് പങ്കെടുത്തത്. കോഴിക്കോട് ജില്ലയില്ല, കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രം 200ഓളം കുട്ടികൾ പങ്കെടുത്തു, ഭിന്നശേഷി കുട്ടികൾ, വിവിധ ഇവൻറ്റുകളിൽ. അതൊക്കെ ഭയങ്കരമായ ഒരു തരത്തിലുള്ള അതിൽ ഒരു പ്ലസ് പോയിൻ്റ് അതിൻ്റെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ വിസിബിലിറ്റി കൂടുക എന്നുള്ളതാണ്. നിങ്ങൾ അവരുടെ അവകാശം ഒരു കളിയിൽ കിട്ടുക എന്ന് മാത്രമല്ല, അതിൻ്റെ പുറമെ ഇതൊക്കെ എല്ലാവർക്കും സാധ്യമാണ് എന്ന ഒരു വിസിബിലിറ്റി പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ മാറ്റിയെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇതിനുള്ളിലൂടെ നടക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി. അപ്പം ഇത്രയും വർഷത്തോളമുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ എനിക്കൊരു അഭിമാനം തോന്നുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന് ഒരു അഭിമാനം തോന്നുന്ന ഒരു എന്തെങ്കിലും ഒരു ഒന്ന് പറയുന്നില്ലേ വിഷമമുള്ളൂ, അത്രയേറെ ഉണ്ട്. കാരണം അതിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ കോഴിക്കോട് നിന്ന് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ചങ്ങാതിക്കൂട്ടം എന്ന പദ്ധതി. അത് ഇത് ബെഡ്രിഡൺ ആയിട്ടുള്ള കുട്ടികൾ, അതായത് സ്കൂളിൽ എൻറോൾഡ് ആണെങ്കിൽ സ്കൂളിൽ വരാനാവാത്ത കുട്ടികളുണ്ട്. കോവിഡ് കാലത്ത് സത്യത്തിൽ എല്ലാവർക്കും ഓൺലൈൻ കൊടുത്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കുട്ടികൾ സ്കൂളിലേക്ക് പോയപ്പം ഈ ഭിന്നശേഷി കുട്ടി അല്ലെങ്കിൽ വീട്ടിൽ കിടക്കുന്ന കുട്ടി അവിടെ തന്നെ ആയിപ്പോയല്ലോ. കുട്ടിയുടെ ബെഡ്റൂമിൽ നമ്മൾ ക്ലാസ് റൂം ആക്കിയില്ലേ? ബെഡ്റൂമിൽ നമ്മൾ അവർക്ക് പിന്നെ ഒന്നുകിൽ ടാബ് അല്ലെങ്കിൽ പിന്നെ കമ്പ്യൂട്ടർ വെച്ച് കൊടുത്തു. എന്നിട്ട് ക്ലാസ് എടുക്കുമ്പോൾ വെറുതെ കാണുകയല്ല, ഇൻട്രാക്റ്റീവ്. കുട്ടിക്ക് ബെഡ്റൂമിൽ കിടന്നിട്ട് ടീച്ചറോട് സംശയം ചോദിക്കുക. അതൊരു വിർച്വൽ ക്ലാസ് റൂം ഒരുക്കി കൊടുത്തു. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇതൊന്നും സത്യം വേണ്ടത്ര ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഈ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ ആ കുട്ടികൾക്ക് പിന്നെ സ്കൂളിലേക്ക് വരാൻ ഒരു മാർഗ്ഗമില്ല. പക്ഷെ അവർക്ക് സത്യത്തിൽ സ്കൂൾ എന്ന എക്സ്പീരിയൻസിനുള്ള അവകാശമുണ്ടല്ലോ. അപ്പം നമ്മളൊരു പുതിയൊരു സാധനം അവിടെ തുടങ്ങി, ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി. അതായത് ആ കുട്ടി ഏത് ക്ലാസ്സിലാണോ, കുട്ടി ക്ലാസ്സിൽ വരുന്നില്ലെങ്കിൽ കുട്ടി ക്ലാസ്സിലുണ്ട്, എൻറോൾഡ് ആണ്, 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് ഇങ്ങനെ വരുന്നുണ്ട്. ആ ക്ലാസ്സിൽ ഏതാനും കുട്ടികൾ താല്പര്യമൊക്കെ ഉള്ള, നിർബന്ധമൊന്നുമില്ല, അതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ, ആ ക്ലാസ്സിലെ ടീച്ചർ ആരെങ്കിലും വേണമെങ്കിൽ ജനപ്രതിനിധികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആഴ്ചയിലോ 2 ആഴ്ചയിലോ ഒരു ദിവസമെങ്കിലും ഈ കുട്ടിയുടെ വീട്ടിൽ അങ്ങോട്ട് പോവുക. ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോകുന്നുണ്ട് എല്ലാ ബുധനാഴ്ചയും. അതിന് പറയുമ്പോൾ നമ്മൾ ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നാണ്. ഒരു ദിവസം അവർ പോകുന്നുണ്ട്, HBE എന്ന് പറയും. ഈ ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ പോകുമ്പോൾ ഒന്നീ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ഹോളിഡേയ്സിൽ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റീവ് ഡേയ്സിൽ എന്തായാലും പോകണം. ആ ഫെസ്റ്റീവ് ഡേയ്സൊക്കെ നമ്മൾ കമ്പൽസറി ആക്കി. ഓണത്തിന് പോകണം, ഓണച്ചങ്ങാതി, ക്രിസ്മസ് ചങ്ങാതി എന്ന് പറഞ്ഞ്, ന്യൂ ഇയർ ചങ്ങാതി എന്ന് പറഞ്ഞ് എന്തായാലും പോകണം. അതിൻ്റെ പുറമെ ഇങ്ങനെ പോവുക. എന്നിട്ട് പോയിട്ട് കുറച്ച് നേരം അവരെ പഠിപ്പിക്കൊന്നും വേണ്ട, അതിനൊന്നും അങ്ങനെയൊന്നും, അവരെ കൂടെ കുറച്ച് നേരം പാടുകയോ ഇരിക്കുകയോ കഥ പറയുകയോ എന്താണോ ആ കുട്ടിക്ക് ഒരു മെൻ്റലി എൻഗേജ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ, അതിലിങ്ങനെ അവിടെ കുറച്ച് നേരം വർത്താനം. അപ്പോൾ ഇതങ്ങ് തുടങ്ങിയപ്പോണ്ടാകുന്ന എക്സ്പീരിയൻസ് ഭീകരമാണ്. അതായത് പല പേരൻസും ഭയങ്കരമായ സന്തോഷം കൊണ്ട് കരയുന്ന അവസ്ഥ ഞങ്ങൾ കാണാൻ തുടങ്ങി. പല അനുഭവങ്ങൾ. അതിലിപ്പോൾ ഫത്തിമ മിൻഹ എന്നങ്ങനെ പറഞ്ഞൊരു കുട്ടി, 2 കൈയും, ഒരു പക്ഷേ ഈ വീഡിയോ ആ കുട്ടി കാണുമല്ലോ, അവൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുമ്പോൾ അവൾ അതുവരെ സ്കൂളിൽ വന്നില്ല. കാരണം 2 കൈയും ഇല്ല മോക്ക്. അവൾക്ക് ഭയങ്കര ഇൻഹിബിഷനായിരുന്നു. ഈ കുട്ടികളിങ്ങനെ വീട്ടിൽ വരാൻ തുടങ്ങി. കുട്ടികൾ ചങ്ങാത്തായതോടുകൂടി അടുത്ത വർഷം ഇവിടെന്ന് പറഞ്ഞവരോ ഞാൻ സ്കൂളിൽ പോകുന്നതാണ്. കാരണം അവർക്ക് സ്കൂൾ ഫ്രണ്ട്സായി, ഇൻസെക്യൂരിറ്റി പോയി. കാരണം 2 കൈയില്ലാത്തൊരു കുട്ടി സ്വാഭാവികമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ അനുഭവിക്കുന്ന കുറേ ഇഷ്യൂസ് ഉണ്ടാവും, കൊണ്ടുവരുന്ന മെൻ്റൽ ട്രോമകൾ ഉണ്ടാവും. അത് കംപ്ലീറ്റ് പോയി.
പോകാൻ തുടങ്ങി അവൾ പഠിച്ചു, അവൾ നന്നായി കാലുകൾ ചിത്രം കുട്ടി എഴുതും, നന്നായി ഇപ്പോൾ SLC കഴിഞ്ഞ് എനിക്കൊന്ന് +2 അല്ലെങ്കിൽ 10ാം ക്ലാസ്സോ 11ാം ക്ലാസ്സിലായിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പ്രൊജക്റ്റ് നമ്മൾ അന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ്, അന്ന് മന്ത്രി രവീന്ദ്രനാഥ് സാറ് അത് ശ്രദ്ധിച്ചു. സാർ അത് സ്റ്റേറ്റ് പ്രോജക്റ്റാക്കി മാറ്റി. ചങ്ങാതിക്കോട്ട എന്ന പേരിൽ തന്നെ സമഗ്രയുടെ എല്ലാ ജില്ലകളിലും ഇതിന് പ്രൊജക്റ്റ് വെച്ചു. ഇങ്ങനെ പോകാനുള്ള ഓണച്ചങ്ങാതി മറ്റൊക്കെയുള്ള ഫണ്ടൊക്കെ വെച്ചു. ഇത് കേരളം എന്ത് ചെയ്തു, ഇത് സെൻട്രലൈസ് പ്രൊജക്റ്റാണല്ലോ, ഡൽഹിയിൽ PABക്ക് അതിൻ്റെ അടുത്ത വർഷം പോകുമ്പോൾ ചങ്ങാതിക്കൂട്ടം എന്നുള്ള പ്രൊജക്റ്റ് വെച്ചു. അപ്പോൾ പേര് ചങ്ങാതിക്കൂട്ടം തന്നെയാണ്, ഇംഗ്ലീഷ് CHANJ അങ്ങനെ അടിച്ചിട്ട്, എന്നിട്ട് ബ്രാക്കറ്റ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് തൊട്ടു അവർക്ക് മനസ്സിലാവും. ആ പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തു. ഇപ്പോൾ അതൊരു ഓൾ ഇന്ത്യ പ്രൊജക്റ്റാണ്. 2018 സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുകയാണ് നമ്മുടെ ഫ്ലഡിനെ കുറിച്ച്. അപ്പോൾ ആ സിനിമയിൽ ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ബ്ലൈൻഡാണ്. ഞാൻ ഈ സിനിമ കണ്ട ഞാൻ ഇങ്ങനെ ആലോചിക്കാതെ, ഈ ബ്ലൈൻഡായ മനുഷ്യർക്ക് വെള്ളം ഒരു കാരണം നമുക്കെന്താണ് ഹൈഡ്രോഫോബിക് ആയിരിക്കും ഇവർ എന്ന് പറഞ്ഞാൽ, നമ്മളെന്താ ചെയ്യുക, ഒരു കുട്ടി കണ്ണ് കാണാത്ത കുട്ടീൻ്റെ വെള്ളത്തിനടുത്തേക്ക് പോകണ്ടെന്നാണ് പറയുക. അങ്ങനെയാണല്ലോ ചെറുപ്പത്തിലെ. അതുകൊണ്ട് തന്നെ വെള്ളം അവർക്ക് ഭയങ്കര ഒരു ഭയപ്പെടുത്തുന്ന സാധനം, കാല് നനഞ്ഞാൽ അവർക്ക് പേടിയാവും, ഹൈഡ്രോഫോബിക് എന്നതിന് പറയാം. അങ്ങനത്തെ അവസ്ഥയിലാണ് അങ്ങനത്തെ ഒരു കുട്ടി വളരുക. പക്ഷേ നമ്മൾ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോയില്ലെങ്കിലും വെള്ളം നമ്മളെ അടുത്തേക്ക് വരുമെന്നാണല്ലോ ഇപ്പോഴത്തെ പുതിയ കേരളത്തിൻ്റെ ഒരവസ്ഥ. അപ്പോൾ ഒരു കുറച്ച് നേരമെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ. ഇതാലോചിച്ചപ്പോഴാണ് ഞാൻ ഈ ബ്ലൈൻഡ് കുട്ടികളെ എവിടെയെങ്കിലും നീന്തൽ പഠിപ്പിക്കണം. അങ്ങനെ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ചിലയിടത്തൊക്കെ ചെറിയ ചെറിയ എഫേർട്ടൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ സംഭവമൊന്നും ഇടയിൽ നടന്നായിട്ടില്ല ഒന്നിച്ച്. പക്ഷേ ഞങ്ങളൊരു പ്രൊജക്റ്റ് വെച്ചു, കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ബ്ലൈൻഡ് കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കാനുള്ളത്. അത് 150-200 കുട്ടികൾ അങ്ങനെ അന്നുണ്ടായിരുന്നു. അങ്ങനെ സർക്കാരിന് വെച്ചപ്പോൾ ഗവൺമെൻറ് അതിനെ അപ്രൂവ് ചെയ്തു. പിന്നെ അതിൻ്റെ കുറച്ച് റിസ്ക് ഫാക്ടറൊക്കെ ഉണ്ട്, കാരണം എന്താ ആര് പഠിപ്പിക്കുന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്, പരിശീലകരൊക്കെ. ഇപ്പോൾ കോഴിക്കോട് ഞാൻ അഭിമാനത്തോടെ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ബ്ലൈൻഡായ കുട്ടികളും സ്വിം ചെയ്യുക മാത്രമല്ല, ഒരു ജമ്പ് ചെയ്യും, ഡൈവ് ചെയ്യും, വളരെ ഇതായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതിനേക്കാൾ നമ്മൾ ചില ശ്രമങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കി ഇടപെടാൻ തുടങ്ങിയാൽ ഒട്ടേറെ വെല്ലുവിളികളെ മറികടക്കാവുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസബിലിറ്റി റൈറ്റ്സ് ഓർഗനൈസേഷൻസ് ഒക്കെ പറയുന്ന കാര്യം ഇതാണ്. ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ള സംവിധാനം സൊസൈറ്റി ലോകത്ത് തയ്യാറാക്കി തരണം എന്നുള്ളതാണ്. 2016 ഗവൺമെൻറ് ചെയ്ത ആദ്യത്തെ കാര്യം എന്താ പറയുന്നത്, ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം കേരളത്തിൽ പ്രഖ്യാപിച്ചത്. 10 വർഷമായത്. ആ 10 വർഷത്തിൽ നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോയി. പക്ഷേ ഇനിയും നമുക്ക് മുമ്പോട്ട് പോകാനുണ്ട്. ആ മുമ്പോട്ട് പോകാനുള്ളത് സംബന്ധിച്ചുള്ള കൃത്യമായ പോളിസീസ് ഡെവലപ്പ് ചെയ്ത് ഈ സോഷ്യൽ സെൻസിറ്റൈസേഷൻ കൂടി സാധ്യമാകുന്നതോടുകൂടി ഇനി ഒരു 5 വർഷം കൂടി കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഏത് മറ്റ് പല കാര്യത്തിൽ, ഇപ്പോൾ വിദ്യാഭ്യാസം നമ്മൾ ലോകത്ത് ഏതിനോടും കോമ്പീറ്റ് ചെയ്യുന്നത് പോലെ സ്കൂൾ വിദ്യാഭ്യാസം ലോകത്തുള്ള ഏത് രാജ്യത്തോടും കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന സംസ്ഥാനം കേരളം. നിങ്ങൾ വിചാരിച്ചാൽ ഏറ്റവും വികസിത സമൂഹത്തിൽ പോലും കേരളത്തിൽ അത്ര എൻറോൾമെൻറ്റ് റേറ്റ് ഇല്ല, കേരളത്തിൽ റിട്ടൻഷൻ റേറ്റ് ഇല്ല. നമ്മളവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. സോഷ്യൽ ജസ്റ്റിസിൻ്റെ കാര്യം നമ്മൾ മുമ്പിലാണ് പഠനത്തിൽ. അതേപോലെ ഈ ഭിന്നശേഷി ജീവിതത്തിൻ്റെ അവകാശം ഉറപ്പിക്കുന്ന കാര്യത്തിലും കേരളത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അതിനുള്ള ബാക്കിയെല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ട് കുറഞ്ഞൊരു സാമൂഹിക സംവിധാനങ്ങൾ കൂടി മാറിക്കഴിഞ്ഞാൽ അത്ഭുതം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സംസ്ഥാനം എത്രത്തോളം വികസിച്ചു എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പരിമിതപ്പെട്ട ആളുകളെയും കൂടി ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ്, കൂടെ ചേർക്കുക, ഒപ്പം നിർത്തുക എന്നുള്ളതാണ്. സാറിൻ്റെ സംസാരത്തിൽ നിന്ന് ഇത്രയും നേരം നമുക്കത് മനസ്സിലായി. ഒരുപാട് സന്തോഷം. ഇതുപോലെ മുന്നോട്ട് പോകാം.